തലയ്ക്ക് പിടിച്ച മതപണ്ഡിതന്മാർ ഈ മുതലിനെ ഒന്ന് കാണണം, ചേർത്ത് പിടിക്കണം. ആരാണെന്നല്ലേ? ഉസ്ബെക്കിസ്ഥാൻ ചെസ് താരമായ നൊദിർബർഗ് യാക്കോബോവ്. ചെസ് മത്സരത്തിന് മുന്നോടിയായി ഗ്രാൻഡ് മാസ്റ്റർ വൈശാലിക്ക് ഈ പഹയൻ കൈ കൊടുക്കാത്തതിൽ വിവാദം രൂക്ഷമാവുകയാണ്. അന്യ സ്ത്രീകളുടെ ശരീരത്തിൽ തൊടാൻ ഓന്റെ മതനിയമപ്രകാരം പാടില്ലത്രേ. പക്ഷെ കൈ കൊടുക്കാത്തത് വിവാദമായപ്പോൾ പഹയൻ തടി തപ്പാൻ വേണ്ടി ചെയ്ത തെറ്റു മതത്തിന്റെ തലയിൽ കൊണ്ടങ്ങ് ചാർത്തി. അവസാനം സോഷ്യൽ മീഡിയ ഓന്റെ ചരിത്രം മൊത്തവും എടുത്തങ്ങ് ചാർത്തിയപ്പോൾ ദാ കിടക്കുന്നു മറ്റൊരു ചിത്രം. ചെസ് താരമായ ദിവ്യയ്ക്ക് കൈ കൊടുക്കുന്ന ഫോട്ടോ. അപ്പോൾ ഇവിടെ മതമല്ല പ്രശ്നം, ഓന്റെ ഉള്ളിലെ റേസിസമാണ്. സോഷ്യൽ ആക്ടിവിസ്റ്റ് അഞ്ജു പാർവതിയും രാഷ്ട്രീയ നിരീക്ഷകനായ ശ്രീജിത്ത് പണിക്കരും ഇരുവരും പങ്കുവച്ച പോസ്റ്റാണ് ഇപ്പോൾ വൈറലാകുന്നത്. ഈ വിഷയം സമൂഹം ഏറ്റെടുത്തതോടെ തന്നെ ഇവരുടെ പോസ്റ്റുകൾ പലരും ഷെയർ ചെയ്യുകയാണ്. രണ്ട് പോസ്റ്റിന്റെയും പൂർണ്ണ രൂപം ഒന്ന് നോക്കാം. അഞ്ജു പാർവതി പങ്കുവച്ച പോസ്റ്റിന്റെ പൂർണ്ണ രൂപം ഇങ്ങനെയാണ്: എന്റെ ബലമായ സംശയം ഇവൻ ഉസ്ബെക്കി ആണെങ്കിലും കേരളാവിലെ UKG സെന്റർ ഇറക്കുന്ന ക്യാപ്സൂൾ വിഴുങ്ങുന്നവനാണെന്നാണ്. അല്ലെങ്കിൽ ഇവൻ മീഡിയ ഫണ്ട് അടുപ്പ് കൂട്ടി ചർച്ച കാണുന്നവരായിരിക്കും. അതുമല്ലെങ്കിൽ ഇവൻ മൊട്ട മാപ്രയുടെ ശിക്ഷത്വം സ്വീകരിച്ചവനോ കുരിപ്പുര ഇളയിട ചെരുവിലാൻ അവർകളെ ഫോളോ ചെയ്യുന്നവനോ ആയിരിക്കും. അതുകൊണ്ട് നൈസായിട്ട് മത ക്യാപ്സ്യൂളിട്ട് തൻ്റെ തെമ്മാടിത്തരത്തെ മതം വെച്ച് ന്യായീകരിക്കുന്നത്. തോറ്റമ്പി തേഞ്ഞൊട്ടും എന്ന പേടിയിൽ വൈശാലി എന്ന ഇന്ത്യൻ ചെസ് പ്ലെയർക്ക് ഹസ്തദാനം നിരസിച്ചതാണ് ലെവൻ. കളി തുടങ്ങും മുൻപേ എതിരാളികൾക്ക് ഒരു സമ്മർദ്ദം കൊടുക്കാൻ നോക്കിയതാണ്. അല്ലെങ്കിൽ ഉള്ളിലുള്ള റേസിസം തലപൊക്കിയതും ആവാം. എന്നിട്ട് എന്തുണ്ടായി? നമ്മുടെ ഇന്ത്യൻ പെൺകുട്ടി അവനെ അറഞ്ചം പുറഞ്ചം തോൽപ്പിച്ചു വിട്ടു. ഇതിനോടകം അവൻ ചെയ്ത ഊളത്തരം വാർത്തയായി. അപ്പോൾ അവൻ നൈസായിട്ട് അവന്റെ ഉള്ളിലെ കുത്തിത്തിരിപ്പ് എടുത്ത് പുറത്തേക്കിട്ടു. അന്യ സ്ത്രീകളെ തൊടാൻ അവന്റെ മതവിശ്വാസം അനുവദിക്കില്ലത്രേ. വെല്ലേ ബേഷ്. അതോടെ സോഷ്യൽ മീഡിയ അവന്റെ പൂർവ്വകാല ചരിത്രം എടുത്ത് കുടഞ്ഞിട്ടു. അപ്പൊ ദാ കിടക്കുന്നു ഒരു ചിത്രം. ഇതേ നാറി ദിവ്യ എന്ന ചെസ് പ്ലെയർക്ക് ഹസ്തദാനം കൊടുക്കുന്ന ചിത്രം. അതോടെ അവൻ ഇറക്കിയ മത ക്യാപ്സൂൾ അഡ്ഡപടലം ചീറ്റി. ഇനി അന്യ പെണ്ണുങ്ങൾക്ക് ഹസ്തദാനം കൊടുക്കാൻ ഒരുത്തൻ ഇഷ്ടപ്പെടുന്നില്ലെങ്കിൽ അത് അവന്റെ തീരുമാനം. പക്ഷെ ആ തീരുമാനം സ്വന്തം വീട്ടിൽ തിരികെ വെച്ചിട്ട് വേണം കായിക മേഖലയിൽ ഇറങ്ങാൻ. ഏത് കായിക മേഖലയാണെങ്കിലും അവിടെ പാലിച്ചു പോരേണ്ട ചില മിനിമം മര്യാദകളുണ്ട്. തീവ്ര മതബോധം കാരണം അത് പാലിക്കാൻ കഴിയാത്തവർ മാറി നിൽക്കണം. ഇവിടെ അവനൊരു പെണ്ണിനും ഇന്നേ വരെ ഹസ്തദാനം ചെയ്യാത്തവനായിരുന്നുവെങ്കിൽ അത് അവന്റെ തീവ്ര മതവിശ്വാസമാണെന്ന് പറയാം. എന്നാൽ അതല്ല. വൈശാലിക്ക് മാത്രം കൊടുക്കാൻ തോന്നാത്ത, എന്നാൽ ദിവ്യയ്ക്ക് കൊടുക്കാൻ മടിയില്ലാത്ത സെലക്റ്റീവ് ഹസ്തദാനക്കാരനാണിവൻ. ആ ഇരട്ടത്താപ്പാണ് ചോദ്യം ചെയ്യേണ്ടത്. ഹസ്തദാനം കൊടുക്കാതിരിക്കുന്നതിനെ മതവിശ്വാസത്തിന്റെ തൊഴുത്തിൽ കൊണ്ട് ചെന്ന് കെട്ടുന്ന ഇവനെ ന്യായീകരിക്കാനും ഇവിടെ ആളുണ്ട് എന്നതാണ് മുട്ടൻ കോമഡി. പഴയിടം സദ്യയിൽ ബ്രാഹ്മണിക്കൽ മുരിങ്ങക്കോൽ കണ്ടുപിടിച്ച പോറ്റി ഹോട്ടലിലെ ദോശയിൽ ഭരണഘടനയുടെ സമ്മതി തിരഞ്ഞ മുട്ടയും ഗണപതിയുടെ ഫോട്ടോ കണ്ടാൽ മസാല ദോശ തൊണ്ടയിൽ നിന്ന് താഴോട്ട് ഇറങ്ങാത്ത കരിപ്പുഴയും ഒക്കെ ഈ പരിസരത്തുണ്ടെങ്കിൽ സ്റ്റാൻഡ് വിട്ട് നേരെ ഉസ്ബെക്കിസ്ഥാനിൽ പോയി അവനെ ചേർത്ത് പിടിക്കണം കേട്ടോ. വിട്ട് കളയരുത് ഈ മുതലിനെ. കേരളാവിൽ ഈ സൈസ് മുതലുകൾക്ക് നല്ല ഡിമാൻഡ് അല്ലേ? മിക്കവാറും അടുത്ത സംസ്ഥാന കായിക മേളയിലെ മുഖ്യ അതിഥി ഇവനായിരിക്കും. ഇതായിരുന്നു അഞ്ജു പാർവതി പങ്കുവെച്ച പോസ്റ്റിന്റെ പൂർണ്ണ രൂപം. എന്നാൽ ശ്രീജിത്ത് പണിക്കരുടെ നിരീക്ഷണത്തെ എങ്ങനെയാണ് എന്ന് ഒന്ന് നോക്കാം. നൊദിർബർഗ് യാക്കോബോവ് എന്നൊരു ചെങ്ങാതി ഉസ്ബെക്കിസ്ഥാൻ പൗരനാണ്. നമ്മുടെ ചെസ് താരം വൈശാലിയോട് മത്സരിക്കാൻ വന്നു. വൈശാലി ഹസ്തദാനത്തിന് കൈ നീട്ടിയപ്പോൾ ബ്രോ കൈ കൊടുത്തില്ല. ഓന്റെ മോശം പെരുമാറ്റം വാർത്തയായപ്പോൾ ദാ വരുന്നു വിശദീകരണം. ഓന്റെ മതവിശ്വാസ പ്രകാരം അന്യ സ്ത്രീകളെ തൊടില്ലത്രേ. ചരിത്രപൂർവ്വ കാലത്തു നിന്ന് ബസ് കിട്ടാത്ത ഒരാളാണ് എന്ന് ആദ്യം കരുതിയത്. എന്നാൽ വരുന്നു ദാ ഈ ചിത്രം. നമ്മുടെ മറ്റൊരു ചെസ് താരം ദിവ്യയ്ക്ക് മുൻപൊരു മത്സരം തുടങ്ങുന്നതിന് മുൻപ് ഓൻ കൈ കൊടുക്കുന്നത്. അന്യ സ്ത്രീ അല്ലാതിരിക്കാൻ ഓന്റെ കുഞ്ഞമ്മയുടെ മോളൊന്നും അല്ലല്ലോ നമ്മുടെ ദിവ്യ. ഇമാതിരി ഊളേഷ് കുമാരന്മാർ. റേസിസം എന്നാണ് സാധാരണ ഇതിന് പറയുന്ന പേര്. അല്ലെങ്കിൽ മികച്ച എതിരാളികളോടുള്ള ഓന്റെ പേടിയാകാം. എന്തായാലും നമ്മുടെ വൈശാലി ഓനെ നൈസായി തോൽപ്പിച്ചു വിട്ടു. എന്നിട്ട് ഹസ്തദാനം ഓഫർ ചെയ്യാതെ ഓളുടെ പാട്ടിന് പോയി. അതാണ് പെണ്ണ്. ഇതായിരുന്നു ശ്രീജിത്ത് പണിക്കർ പങ്കുവച്ച പോസ്റ്റിന്റെ പൂർണ്ണ രൂപം. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.